കഥ കേൾക്കാം ഇനി മലയാളത്തിൽ. ഡോക്ടർ രാജീവ്. അംബുജത്തിൻ്റെ അമ്മയെ ചികിത്സിക്കുന്ന ഞാൻ. അകത്തോട്ട് ചെല്ല്. ഇവിടെ നിൽക്കുന്ന എന്താ? സൂര്യ. ആ കൊച്ചിൻ്റെ മുഖം കാണുമ്പോൾ അമ്മാവനെ വെട്ടിക്കൊല്ലാനാ തോന്നുന്നത്. ഡോക്ടർ രാജീവ്. തൻ്റെ അമ്മാവനാണോ ഇത് ചെയ്തത്? സൂര്യ. അതെ, വെട്ടിഞ്ഞുറുക്കാനുള്ള ദേഷ്യമുണ്ടെനിക്ക്. ഡോക്ടർ രാജീവ്. അപ്പത്തെ ഒന്നും കാണിക്കരുത് മോനെ. സൂര്യ. ഞങ്ങൾ ആ കുട്ടിയെയും അമ്മയും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നത്. ഡോക്ടർ രാജീവ്. വലിയ മനസ്സാ നിൻ്റെ. ദൈവം അനുഗ്രഹിക്കും മോനെ. നന്നായി വരും. ഡോക്ടർ രാജീവ് അവിടുന്ന് കടന്നുപോയി. കാറിൻ്റെ ഡോറ് തുറന്നു. കയറി. ഡോറടച്ചു. സ്റ്റാർട്ട് ചെയ്തു പോയി. അമ്പിളിയമ്മാവൻ മാനത്ത് സ്ഥാനം പിടിച്ചു. സൂര്യ ഹോസ്പിറ്റലിലേക്ക് വന്നു. സൂര്യ. തിഷമോളെ വാ. കൊണ്ടുപോകുന്നു. കാറിൽ കയറി. ഡോറടച്ചു. കാറ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. ഗേറ്റ് കടന്ന് കാറ് മുറ്റത്തേക്കെത്തി. ഡോറ് തുറന്ന് സൂര്യൻ തിഷമോളും ഇറങ്ങി. ഡോറടച്ച ശേഷം വീട്ടിലേക്ക് കയറിപ്പോയി. അംബുജം ബുക്ക് വായിക്കുന്നു. സൂര്യൻ മാനത്ത് സ്ഥാനം പിടിച്ചു. സേതു വിക്രം. ഇവരെല്ലാം കൊണ്ട് എന്തിനാ ഇവിടെ വച്ചേക്കുന്നത്? വല്ല ബോർഡിങ്ങിൽ വാക്കാം. സൂര്യ. ഇവരെല്ലാം എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങൾ. ഈ ലോകത്തുള്ള എല്ലാവരും എൻ്റെ അമ്മയും പെങ്ങളുമാണ്. എനിക്ക് ഒരു അനിയത്തിയോ അനിയനെയോ ദൈവം തന്നില്ല. ആകെയുണ്ടായിരുന്ന ചേട്ടൻ രാഹുലാണെങ്കിൽ ബിസിനസ് ഒന്നും പറഞ്ഞ് പോയി കിടക്കുകയല്ലേ ഗൾഫിൽ. എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് ബോറടിക്കുന്നു. സേതു വിക്രം. നീ എന്നവിടെ കണ്ടില്ലേ ആദിത്യൻ? അത് നിൻ്റെ കൂടപ്പറപ്പാ. നീ ആ വീട്ടിലെ കുട്ടിയാ. ഞാനാ നിന്നെ എടുത്ത് ഇവിടെ കിടത്തിയത്. SK ഇത് കേൾക്കുന്നു. SKയ്ക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. സൂര്യ. അച്ഛാ, എന്തിനാ കരയുന്നത്? ഞാൻ അച്ഛൻ്റെ മോനെ. അച്ഛനെയും അമ്മയും വിട്ട് എവിടെ പോകാനാ ഞാൻ? SK, എല്ലാവർക്കും സ്വന്തം അച്ഛനെയും അമ്മയും കിട്ടുമ്പോൾ അവരുടെ അടുത്തേക്ക് പോകാനാ തരുത്. നീ വലിയവനെ. നിൻ്റെ മനസ്സ് അത് കാണാൻ ഞാൻ വൈകിപ്പോയി.